ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലപ്പോഴായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പെഡഗോഗി സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ പെഡഗോഗി സബ്ജക്റ്റിൽ നിന്നും രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയെന്നുള്ളത്. അതിൽ ആദ്യമേ നമ്മൾ ജനറൽ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ശ്രമിക്കേണ്ടത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യുക, ഡിഫൈൻ ടീച്ചിങ് മോഡൽ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡൽ. അതുകൂടാതെ പിന്നെ നമ്മളോട് ഈ 8 മോഡലുകളിൽ ഏതൊക്കെ എന്ന രീതിയിലായിരിക്കും നമ്മളോട് ചോദിക്കുക. ആ 8 എണ്ണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 1 ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡലും 2 എക്സ്പ്ലെയിൻ ദ സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് ട്രെയിനിങ് മോഡലും. അതിനുശേഷം ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിസ്കസ് അബൌട്ട് കാൾ റോജേഴ്സ് നോൺ ഡയറക്റ്റീവ് ആൻഡ് വില്യൻ ഗോർഡൻസ് സിനെക്റ്റിക് മോഡൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഓക്കെയാണ്. പക്ഷേ ജനറൽ ആയിട്ടുള്ള ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല, നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ഓസ്ബെല്ലോ അല്ലെങ്കിൽ ഗ്ലേസേഴ്സൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നതെങ്കിൽ അത് നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ല എങ്കിൽ അതിന് ആൻസർ നിങ്ങൾ എന്ത് തന്നെ എഴുതി വെക്കുക. ഈ ടീച്ചിങ് മോഡലുകൾ 8 എണ്ണം എടുത്തിട്ട് 8 എണ്ണത്തിന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. 6 പേജ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ക്രോഡീകരണം ഉണ്ടാവണം, ഈക്വൽ വെയിറ്റേജ് കൊടുക്കണം. എല്ലാ മോഡലിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് 6 പേജസിൽ അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് ട്രെയിനിങ് മോഡലാണ്. ഈ സ്കിന്നറുടെ തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നുള്ളതാണ് സ്കിന്നറുടെ തിയറി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ ആശയങ്ങൾ കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നോട്ട് ചെയ്യുക, സ്കിന്നർ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒരു തിയറിയാണ്, ലേണിംഗ് തിയറിയാണ്. ബട്ട് ദിസ് വർക്ക് വാസ് ബേസ്ഡ് ഓൺ തോണ്ടേക്സ് 1898 നടത്തിയിട്ടുള്ള തോണ്ടേക്സിൻ്റെ ലോ ഓഫ് എഫക്റ്റ് പ്രകാരം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ലോ ഓഫ് എഫക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്കിന്നർ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്നുള്ള ലേണിംഗ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. സ്കിന്നർ 1948 studied operant conditioning by conducting experiments using animals which he placed in a Skinner box which was similar to Thorndike's puzzle box. ഈ സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത് എലീനെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ്. സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത് ഒരു ലിവറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ എലിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങൾ ലഭിക്കുന്നു. മറ്റൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലിക്ക് ഷോക്ക് ലഭിക്കുന്നു. അതായത് ഒരു പണിഷ്മെൻറ്റും ഒരു റീഇൻഫോഴ്സ്മെൻറ്റും ലഭിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ കളറിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ലഭിക്കുന്നു. അതിനെ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന രീതിയിലും, റെഡ് ലിവറിലാണ് അവർ ടച്ച് ചെയ്യുന്നെങ്കിൽ, ആ ബട്ടണിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ആ എലിക്ക് ഷോക്കും ലഭിക്കുന്നു. അപ്പോൾ ഗ്രാജുവലി അത് പല തവണ റിപ്പീറ്റ് ചെയ്യുക വഴി എലി മനസ്സിലാക്കുന്നു റെഡ് കളറിലുള്ള ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഷോക്കായിരിക്കും, അതൊരു പണിഷ്മെൻ്റാണ്, അതിൽ പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് ആ എലിയുടെ കൊഗ്നീഷനിൽ അല്ലെങ്കിൽ ആ എലിയുടെ ഇൻ്റലിജൻസിൽ കയറുകയും പിന്നെ കോൺഷ്യസ്ലി അറിഞ്ഞുകൊണ്ട് ആ എലി ബ്ലൂ കളറിലുള്ള ലിവർ അല്ലെങ്കിൽ ബട്ടണിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് ഭക്ഷണം ശേഖരിച്ച് കഴിക്കുന്ന രീതിയാണെന്ന് പറയുന്നത്. ആ ഒരു എക്സ്പെരിമെൻ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം ബേസ്ഡ് എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് പണിഷ്മെൻറ്റും പറയുന്നുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോമ്പണൻസ് ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ വരുന്ന കോമ്പണൻസുകൾ ഏതൊക്കെ പാർട്ടുകളാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ അതിൽ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റുമാണെന്നുള്ളത് ബേസിക് 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റ്, 2 പണിഷ്മെൻറ്റ്. റീഇൻഫോഴ്സേഴ്സും കിട്ടുന്നുണ്ട്, 2 പണിഷ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നുണ്ട്, 2 നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും വരുന്നുണ്ട്. ഈ പണിഷ്മെൻറ്റിലും അതേപോലെ തന്നെ പോസിറ്റീവ് പണിഷ്മെൻറ്റും വരുന്നുണ്ട്, നെഗറ്റീവ് പണിഷ്മെൻറ്റും വരുന്നുണ്ട്. ഇനി ഇവയെ കമ്പയർ ചെയ്തുകൊണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയെ, ഇദ്ദേഹത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ കൂട്ടണമെങ്കിൽ, കൂടുതൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കണമെങ്കിലാണ് എന്ത് കൊടുക്കുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. ഇനി അതേസമയം ഒരു നെഗറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് കുട്ടികളിൽ നിന്നും റിമൂവ് ചെയ്യാനാണ് എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പണിഷ്മെൻറ്റ് കൊടുക്കുക. സോ ആ പണിഷ്മെൻറ്റിലും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റിലും പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. സോ ഇവിടത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത്
പിന്നെ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രവൃത്തിയുടെ ആവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീണ്ടും നല്ല പ്രവൃത്തികൾ കുട്ടികൾ ഉണ്ടാവുന്ന തരത്തിലുള്ള അപ്രീസിയേഷൻസ് കൊടുക്കുക, പിന്നെ സ്റ്റാറുകൾ കൊടുക്കുക, പിന്നെ നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുക, സ്വീറ്റ്സോ പിന്നെ ചോക്ലേറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അതൊക്കെ അങ്ങനത്തെയൊക്കെ കൊടുക്കുന്നതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ആ കുട്ടികൾ ആ ചെയ്ത പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രവൃത്തി കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. അത് നെഗറ്റീവ് ഹാബിറ്റുകളൊക്കെയാണ്, വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്താൽ മാത്രമാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. പിന്നെ പോസിറ്റീവ് പണിഷ്മെൻറ്റ് പിന്നെ അതേപോലെ തന്നെ പ്രവൃത്തി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ കുട്ടികൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രവൃത്തി പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ 2 ടൈപ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്, 2 പണിഷ്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. റീഇൻഫോഴ്സ്മെൻറ്റ് കുട്ടികളിൽ ബിഹേവിയേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്, പണിഷ്മെൻറ്റ് ബിഹേവിയേഴ്സ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇൻക്രീസ് ബിഹേവിയർ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്, പിന്നെ പണിഷ്മെൻറ്റിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഈ കോമ്പണൻസ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഞാൻ തരുന്ന ആ നോട്ടിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ കോമ്പണൻസ് നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതിൽ പിന്നെ റെസ്പോൺസ് റേറ്റും എക്സ്റ്റിങ്ഷൻ റേറ്റും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ്, വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, വേരിയബിൾ ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അത് നിങ്ങൾ ഈ ഒരു ഓപ്പറൻറ്റ് മോഡലിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പോയിൻറ്റ്സുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു കണ്ടൻറ്റ് മാത്രം നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഈ ഒരു ഗ്രാഫ് കൂടി നിങ്ങൾ അവിടെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എക്സ്പ്ലനേഷൻ കഴിയുമെങ്കിൽ എഴുതാനും വേണ്ടി ശ്രമിക്കുക. ദെൻ ബിഹേവിയർ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുക. എഡ്യൂക്കേഷണൽ അപ്ലിക്കേഷൻസും എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ ഒരു നോട്ട് ഉപയോഗിച്ച് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ ഓപ്പറൻറ്റ് ട്രെയിനിങ് മോഡലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്രയും പോയിൻറ്റ്സുകളാണ് നിങ്ങൾ ആദ്യമേ തന്നെ സിനോപ്സിസിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം, എന്താണ് സ്കിന്നേഴ്സ് ഓപ്പറൻറ്റ് ട്രെയിനിങ് മോഡൽ എന്നുള്ളത് അവിടെ പറയണം. ആരാണ്, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് പറയണം. ആ എക്സ്പെരിമെൻറ്റ് ഈ പിന്നെ സ്കിന്നർ ബോക്സ് എടുത്ത് പറയണം. അതിൽ 2 ടൈപ്സ് കാര്യങ്ങൾ, കോമ്പണൻസ് 4 പാർട്സ് പറയുന്നുണ്ട്. അതിൻ്റെ സബ് പോയിൻറ്റുകളായിട്ടാണ് എടുത്ത് പറയുന്നത് എന്ത്, ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൽ വരുന്നത്. അതിൽ റെസ്പോൺസ് റേറ്റും വരുന്നുണ്ട്, എക്സ്റ്റിങ്ഷൻ റേറ്റും വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 5 ടൈപ്സിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, ഫിക്സ്ഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ്, വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ്, വേരിയബിൾ ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അങ്ങനെ 5 ടൈപ്സുകൾ അതിലും എടുത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതുകൂടാതെ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അടുത്തതായിട്ട് വരുന്ന എല്ലാ മോഡലുകളും ഞാൻ നോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് തരാം. ഏതിൻ്റെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമെങ്കിൽ നിങ്ങൾ പിന്നെ പ്രത്യേകം മെസ്സേജ് ചെയ്യുക. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാനും കൂടി ശ്രമിക്കാം. മറ്റ് മോഡലുകൾ എന്ന് പറയുന്നത് ബ്രൂണേഴ്സ് കോൺസെപ്റ്റ് മോഡൽ അറ്റൈൻമെൻറ്റ് എന്നുള്ളതാണ്. ബ്രൂണേഴ്സ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആ അർത്ഥത്തിൽ തന്നെ അതിനുണ്ട്. ഓസ്ബെൽൻ്റേതാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ദെൻ ബേസിക് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് ഗ്ലേസേഴ്സിൻ്റേതാണ്. ദെൻ സോഷ്യൽ എൻക്വയറി മോഡൽ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സബ്ജക്റ്റ് സ്റ്റുഡൻസിനാണ് അത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൊമേഴ്സ് സബ്ജക്റ്റ് സ്റ്റുഡൻസിനും ഇത് യൂസ് ആവുന്നുണ്ട്. അതുകൂടാതെ തന്നെ തിയറി സബ്ജക്റ്റുകൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കുമാണ് സോഷ്യൽ എൻക്വയറി മോഡൽ യൂസ് ആവുന്നത്. അതുകൂടാതെ കാൾ റോജേഴ്സ് നോൺ ഡയറക്റ്റീവ് മോഡലുമുണ്ട്. വില്യം ഗോർഡൻസ് സിനെക്റ്റിക് മോഡലുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ 8 മോഡലുകൾ എന്താണെന്ന് ബേസിക്കലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു പാരഗ്രാഫിൽ എഴുതാൻ തക്കതായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത് എസ്സേ, അങ്ങനെ ജനറലായിട്ട് എസ്സേ ചോദിക്കുകയാണെങ്കിൽ എസ്സേ ആൻസർ ചെയ്യുക. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൂംസും മാസ്റ്ററി ആണെങ്കിലും സ്കിന്നറുടെ ഓപ്പറൻ്റ് ആണെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് എസ്സേ ചോദിച്ചാൽ അത്രയും ഡീറ്റെയിലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ മറ്റെന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ PDF നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ PDF കിട്ടാത്തവരുമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.
പിന്നെ കറക്റ്റ് പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. എല്ലാ പിന്നെ മോഡലുകളും ഞാനിതിൽ പിന്നെ ക്രോഡീകരിച്ചിട്ടുണ്ട്. സോ ഈ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആ PDF ഉപയോഗിച്ചിട്ട് നിങ്ങളെല്ലാവരും പഠിക്കുക. സോ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.